സർക്കാർ ജീവനക്കാർ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിലെ ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്തണമെന്നും ഫയലുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായത്തിന് പകരം ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം, ഇതായിരിക്കണം സ്വാഭാവികമായും നാം ഫയൽ നോക്കുമ്പോൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട സമീപനം. അഴിമതി, കൈക്കൂലി അടക്കമുള്ള ദുഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ ജീവനക്കാർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിങ്ങൾ അഴിമതി മുക്തരായാൽ മാത്രം പോരാ, നിങ്ങളെ ഉപയോഗിച്ച് അഴിമതി നടത്താൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അത് തടയാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അഴിമതിക്ക് നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർ നിശ്ചിത സമയത്തിനുള്ളിൽ ഫയലുകളിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി ജീവനക്കാർ ഓഫീസിലെത്തി അവരുടെ കസേരകളിലിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാകണമെന്നും പറഞ്ഞു. ഫയലുകളിൽ കാലതാമസം വരുത്തുന്നവർ തന്നെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലാപ്പറമ്പ് AUP സ്കൂൾ ഉൾപ്പെടെ പൂട്ടുന്ന 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. കോടതി വിധിക്ക് വിധേയമായിട്ടാകും നടപടികളെന്നും സർക്കാർ വ്യക്തമാക്കി. സ്കൂളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും പറഞ്ഞു. അതേസമയം മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം കോടതി ഉത്തരവ് നടപ്പാക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മലാപ്പറമ്പ് AUP സ്കൂൾ, മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലോട്ടുവയൽ എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്കൂളുകൾ ഏറ്റെടുക്കുക. സ്കൂളുകൾ അടച്ചു അതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാക്കുക എന്നതിനോട് ഗവൺമെൻറ് യോജിപ്പില്ല. അപ്പോൾ സ്കൂൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കോടതി വിധിക്ക് വിധേയമായിട്ടാകും സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ 2 വിധിക്കും വിധേയമായതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാൻ ശ്രമിക്കും. ഈ ബാധ്യത ആയാൽ പോലും പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം എന്നുള്ളതാണ് സംഘം. എന്ത് ബാധ്യതയായത്? സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാരാണ് ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത്. സ്കൂൾ അടച്ചുപൂട്ടിയ ശേഷം കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാർ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജർ പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെയാണ് മലാപ്പറമ്പ് നിവാസികളും സമരസമിതിയും ഏറ്റെടുത്തത്. മലാപ്പറമ്പിൽ നിന്നും സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, തീരുമാനങ്ങൾ വരുന്നു, എന്നാൽ കോടതിയുടെ ഭാഗത്തുനിന്നും ചില തടസ്സങ്ങളും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് സമരസമിതിയും നാട്ടുകാരുമൊക്കെ? സൗമ്യ, കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. മലാപ്പറമ്പ് ഉൾപ്പെടെയുള്ള 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ രാവിലെ മുതൽ സ്കൂളിലെത്തിയ സമരസമിതി പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കണമെന്ന ഹൈക്കോടതിയുടെ പരാമർശം വന്നത് ചെറിയ ആശങ്കയ്ക്കിടയാക്കി. അതുകൊണ്ട് തന്നെ ഇനി സ്കൂൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ സമരസമിതി ഇനിയും ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. മന്ത്രിസഭാ യോഗ തീരുമാനം സുപ്രീം കോടതിയിൽ അറിയിക്കുമ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഏത് തരത്തിലുള്ള പരാമർശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമേ ഈ സ്കൂൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സമരസമിതി തീരുമാനിക്കൂ. പ്രദീപ് കുമാർ MLA ഉൾപ്പെടെയുള്ള സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് രാവിലെ മുതൽ തന്നെ സ്കൂളിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം വളരെ സുഗമമായി തന്നെ
സുഗമമായി തന്നെ നടന്നു പോകുന്നുണ്ട്. സ്കൂൾ സംരക്ഷണം എന്ന കാര്യത്തിൽ മാത്രം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമല്ല. സ്കൂൾ സംരക്ഷണം സർക്കാർ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഏറ്റെടുക്കുകയോ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി സഹകരിക്കുക എന്ന് തന്നെയാണ് സമരസമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ തുടർ പ്രക്ഷോഭം അല്ലെങ്കിൽ തുടർ പ്രതിഷേധം ഇതിന് ശേഷം ഏതൊക്കെ നടപടികൾ എടുക്കണമെന്ന കാര്യത്തിൽ സമരസമിതി ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലെത്തൂ. ഏതായാലും സുപ്രീം കോടതി വിധിക്കാണ് ഇപ്പോൾ സമരസമിതി സുപ്രീം കോടതി ഏത് തരത്തിലാണ് ഇതിനെ പരിഗണിക്കുന്നത് എന്നതിനാണ് സമരസമിതി ഇപ്പോൾ കാത്തിരിക്കുന്നത്. സൗമ്യ. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എക്സൈസ് കമ്മീഷണറായി ഋഷിരാജ് സിംഗ് ചുമതലയേറ്റു. മാറ്റുചാരായത്തിനും ലഹരിമരുന്നിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. എല്ലാ ജില്ലകളിലും കമ്മീഷണർ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തും. ജനങ്ങൾക്ക് നേരിട്ട് കമ്മീഷണറെ വിളിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ എക്സൈസ് ആസ്ഥാനത്തെത്തി മുൻ എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറിൽ നിന്നാണ് ഋഷിരാജ് സിംഗ് ചുമതല ഏറ്റുവാങ്ങിയത്. വാറ്റുചാരായത്തിനും ലഹരിമരുന്നിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ചുമതലയേറ്റ ശേഷം അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. വാട്ടിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. റെയ്ഡ് ചെയ്തിട്ട് അത് കർശനമായിട്ട് ഇല്ലാതെ ആക്കാനുള്ള തീരുമാനമാണ്. ലഹരി മരുന്നിൻ്റെ ശല്യം ഇപ്പോൾ ഏറെ കൂടിയിട്ടുണ്ട്. ആദിവാസി മലയോര മേഖലകളിലാണ് വാറ്റുചാരായത്തിന്റെ കൂടുതൽ വ്യാപനം. അതുകൊണ്ട് ആവശ്യമായാൽ പോലീസിന്റെ സഹായം തേടി ഇതിനെ നേരിടും. കള്ളുഷാപ്പുകളിൽ മിന്നൽ പരിശോധന വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും 55 ഔട്ട് സ്റ്റേഷനുകൾ വഴിയാണ് സംസ്ഥാനത്തേക്ക് മദ്യമെത്തുന്നത്. ഇത് കൃത്യമായി തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. ലഹരിമരുന്നിന്റെ ഉപയോഗവും സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തടയും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അറിയിക്കാം. 9447178000 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. കൂടാതെ എക്സൈസ് കൺട്രോൾ റൂം നമ്പറായ 23222825 233262 എന്ന നമ്പറിലും അറിയിക്കാം. കൂടാതെ ഇമെയിൽ മുഖേനയും പോസ്റ്റലായും വിവരങ്ങൾ അറിയിക്കാം. സ്കൂളുകൾക്കും കോളേജുകൾക്കും മുന്നിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കാനും കമ്മീഷണർ തീരുമാനിച്ചു. ചുമതലയേറ്റ ശേഷം മുൻ കമ്മീഷണറുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VM സുധീരനെതിരെ പടനീക്കവുമായി AI ഗ്രൂപ്പ് നേതാക്കൾ ദില്ലിയിലെത്തി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്ന് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം KPCC നേതൃത്വമാണെന്നും നേതൃമാറ്റം അനിവാര്യമാണെന്നുമാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. ഹൈക്കമാൻഡിനെ കണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തിന് മാറ്റമില്ലെന്നുറപ്പിച്ച് VM സുധീരൻ മടങ്ങിയതിന് പിന്നാലെയാണ് സുധീരനെതിരെ പടയൊരുക്കവുമായി AI ഗ്രൂപ്പ് നേതാക്കൾ ദില്ലിയിലെത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡിനെ കാണുക. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം KPCC നേതൃത്വമാണെന്നും പ്രവർത്തന ഏകീകരണം നടത്താൻ നേതൃത്വം പരാജയപ്പെട്ടെന്നും നേതൃമാറ്റം അനിവാര്യമാണെന്നും ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കും. VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് KPCC എക്സിക്യൂട്ടീവിലെ ഭൂരിപക്ഷ അഭിപ്രായമെന്നും AI നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. തോൽവിക്ക് പിന്നാലെ ഹൈക്കമാൻഡിനെ കണ്ട രമേശ് ചെന്നിത്തലയും ഇതേ നിലപാടാണ് അറിയിച്ചത്. രാഹുൽ ഗാന്ധിയെ കണ്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളും നേതൃമാറ്റ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ സുധീരനും പദവി ഒഴിയണമെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതോടെ അധ്യക്ഷപദം A ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. സുധീരനേക്കാൾ ചെന്നിത്തലയുമായി ഒത്തുപോകുന്നയാൾ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതാണ് തിരിച്ചുവരവിന് നല്ലതെന്ന് I ഗ്രൂപ്പും കരുതുന്നു. എന്നാൽ സുധീരനെ പിന്തുണച്ചുള്ള AK ആന്റണിയുടെ പ്രസ്താവനയിലെ പ്രതീക്ഷയിലാണ് സുധീരപക്ഷം. ന്യൂസ് ബ്യൂറോ, ദില്ലി. UDF യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തും. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, വലിയ തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള ചർച്ചകൾ എങ്ങനെയാണ്? സൗമ്യ, യോഗം തുടരുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പദവിയുടെ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു ധാരണ ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടി UDF ചെയർമാനായി വരും. പതിവ് രീതി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ആയിരിക്കുന്നയാൾ ചെയർമാനാകുക എന്നതാണ്. എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കാണ്. രമേശ് ചെന്നിത്തല ചെയർമാൻ സ്ഥാനത്തേക്ക് വരില്ല, ഉമ്മൻചാണ്ടി വരട്ടെ എന്ന ധാരണയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയവും ഇന്നത്തെ യോഗം വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസ് കാലുവാരി എന്ന പരാതി JDUവും RSPയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുണ്ട്. അക്കാര്യം ഇന്നത്തെ യോഗത്തിൽ രണ്ട് പാർട്ടികളും ഉന്നയിക്കും. സൗമ്യ. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന വാഴവരയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ ഒരാൾ മരിച്ചു. SFI മുൻ ജില്ലാ പ്രസിഡന്റ് ജോബി ജോണാണ് മരിച്ചത്. രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. മണ്ണിടിച്ചിലിൽ മാതാപിതാക്കൾക്ക് പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് മുകളിലേക്ക് മണ്ണും പാറയും ഇടിഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്.
എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സന്നദ്ധത അറിയിച്ച് കമ്മീഷൻ നിയമ മന്ത്രാലയത്തിന് കത്തയച്ചു. ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള സന്നദ്ധത ഔദ്യോഗികമായി കമ്മീഷൻ അറിയിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് ഒറ്റഘട്ടമായി നടത്താനുള്ള സാധ്യത ആരാഞ്ഞ് നിയമ മന്ത്രാലയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പാർലമെന്ററി സമിതിയുടെ 79ാമത് റിപ്പോർട്ട് പരിഗണിച്ചാണ് മന്ത്രാലയം കമ്മീഷനോട് അഭിപ്രായം ആരാഞ്ഞത്. ഇതിനുള്ള മറുപടിയിലാണ് തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള സന്നദ്ധത കമ്മീഷൻ അറിയിച്ചത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP പ്രകടന പത്രികയിൽ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്തിടെ ഒറ്റ തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള സന്നദ്ധത അറിയിച്ചെങ്കിലും ഇതിനുള്ള കടമ്പകളും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ നിയമസഭകളുടെ കാലാവധി ദീർഘിപ്പിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യുന്നതിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വരും. വോട്ടിംഗ് യന്ത്രങ്ങൾ വാങ്ങുന്നതിനായി 9281.15 കോടി രൂപ വേണം. സുരക്ഷയ്ക്കായി കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളുമായി കമ്മീഷൻ മുന്നോട്ട് പോവുക. തിരഞ്ഞെടുപ്പ് വെവ്വേറെ നടത്തുമ്പോഴുള്ള ചിലവും അധ്വാനവും കുറയ്ക്കുകയാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജാതിക്ക കർഷകർക്ക് പുത്തൻ പ്രതീക്ഷ നൽകിയ അടിമാലി ഗോപിയുടെ മൾട്ടി റൂട്ട് ജാതി. കൂടുതൽ കായ്ഫലത്തിനൊപ്പം ഏത് കാലാവസ്ഥാ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഗോപിയുടെ ജാതിതയുടെ പ്രത്യേകത. കാർഷിക മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ കർഷകരുടെ പ്രിയങ്കരനായ അടിമാലി ഗോപി വികസിപ്പിച്ചെടുത്ത ജാതിയുടെ പുതിയ രൂപം കർഷകർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. സാധാരണ ബഡ് ജാതികൾ നാട്ടിൽ അനേകമുണ്ടെങ്കിലും ഗോപി വികസിപ്പിച്ചെടുത്ത മൾട്ടി റൂട്ട് ജാതി സ്പൈസസ് ബോർഡ് അധികൃതരെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. തായ്വേരിന്റെ ബലക്കുറവ് മൂലം സാധാരണ ജാതിമരങ്ങൾ കാറ്റിലും മഴയിലും കടപുഴകി വീഴുമെങ്കിൽ ഗോപി വികസിപ്പിച്ചെടുത്ത മൾട്ടി റൂട്ട് ജാതി ഏതു പ്രതിസന്ധിയിലും മണ്ണിൽ ഉറച്ചു നിൽക്കുമെന്ന് ഗോപി തന്നെ ഉറപ്പിച്ചു പറയുന്നു. ജീവനുള്ള ഊന്നുകൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതാണ് ഈ മരത്തിലോട്ട് യോജിക്കുന്ന ജാതി മരത്തിന്റെ ഫാമിലിയിൽപ്പെട്ട വനത്തിലുള്ള ഈ കാട്ടുജാതി എന്ന് പറയുന്ന ഈ മരം തായ്വേര് കൂടിയതാണ്. വളരെ നല്ല സ്പീഡിൽ വളരുന്നതാണ്. ആരോഗ്യം കൂടിയ മരമാണ്. ആ മരങ്ങളെ ഇതിന്റെ ചുവട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ട് നാടൻ ജാതിയിലേക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റ് വഴി ചെയ്തു കഴിയുമ്പോൾ അതിന് വളർച്ച കൂടും, കായ്ഫലം കൂടും, മരത്തിന് ആയുസ് കൂടും, ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് പിടിച്ചേക്കാനുള്ള ശേഷി വളരെ കൂടുതലുമാണ്. ജാതിയെ കൂടാതെ നേന്ത്രവാഴ വിത്തിനത്തിൽ ഗോപി വികസിപ്പിച്ചെടുത്ത കിൻഡൽ വാഴ വിത്തും മലയോര ദേശങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രസിദ്ധമാണ്. 1994-95 സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഗോപിയെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഹൗതി ഷിയകൾ സൈനികരായി ചേർത്ത 52 കുട്ടികളെ സൗദി സഖ്യം യമൻ സർക്കാരിന് കൈമാറി. റെഡ് ക്രോസ്, യൂണിസെഫ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുടെ ശ്രമഫലമായാണ് കൈമാറ്റം. തുർക്കിയിലെ സെൻട്രൽ ഇസ്താംബുളിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 7 പോലീസ് ഓഫീസർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 36 പേർക്ക് പരിക്ക്. 2016 രാജ്യത്ത് 2,40,000 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തി രാജ് മന്ത്രി ചൌധരി ബീരേന്ദ്ര സിംഗ് പറഞ്ഞു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1 കോടിയിലേറെ മൂല്യം വരുന്ന വിദേശ കറൻസി പിടികൂടി. ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗമാണ് പണം പിടികൂടിയത്.